ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 34 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തിൻ്റെ മുഖത്തെ നോക്കിയ ഒരു വ്യക്തി ലജ്ജിപ്പാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. വിശുദ്ധ ബൈബിളിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് നെബൂഖദ്നേസർ എന്ന് പറഞ്ഞൊരു രാജാവ് ഒരു ബിംബത്തെ ഉണ്ടാക്കിയിട്ട് ദൈവത്തെ മാത്രം സേവിക്കുന്ന, ദൈവത്തെ മാത്രം ആരാധിക്കുന്ന 3 സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഈ ബിംബത്തെ വണങ്ങണം. ആ രാജ്യത്തിലുള്ള സകലരും ആ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചു. രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് ആ ബിംബത്തെ നമസ്കരിച്ചു. പക്ഷെ ദൈവത്തെ മാത്രമേ വണങ്ങാവൂ എന്ന് തീരുമാനിച്ച ശദ്രക്കും കൂട്ടരും അവർ അത് ചെയ്തില്ല. അവർ ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ അറിഞ്ഞ ആ സത്യത്തിനകത്ത് അവർ ദൃഢതയോടെ നിന്നു. അവർ ദൈവത്തിൻ്റെ മുഖത്തെ മാത്രം നോക്കി നിന്നു. എന്നാൽ ഇത് കണ്ടിട്ട് രാജാവിന് കോപം വന്നു. ചൂളയുടെ തീ 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഇവരെ കെട്ടി ആ ചൂളയിലോട്ട് ഇടാൻ പറയുകയാണ്. രാജാവ് പറഞ്ഞു, നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങളെ വെറുതെ വിടാം, അല്ല എങ്കിൽ നിങ്ങളെ എരിയുന്ന തീ ചൂളയിലിടും. എന്നാൽ ശദ്രകൻ കൂട്ടര് പറഞ്ഞൊരു പദമുണ്ട്, ഞങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങൾ മുഖത്തോട്ട് നോക്കി നിൽക്കുന്ന, ഞങ്ങൾ ആശ്രയിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. ആ ദൈവം നെബൂഖദ്നേസറെ ഈ തീക്കകത്ത് നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. ഇനി വിടുവിച്ചില്ലേലും ഞങ്ങളുടെ ദൈവം തന്നെയാണ്. എന്ന് വെച്ചാൽ രാജാവിൻ്റെ ഈ വിഗ്രഹത്തെ വണങ്ങാൻ ഞങ്ങൾ റെഡിയല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ വ്യക്തികൾ എടുത്ത തീരുമാനം വാസ്തവത്തിൽ അവർ നോക്കിയത് ദൈവമുഖത്തോട്ടല്ലേ. രാജാവ് ചൂളയ്ക്കകത്തെടുത്തിടുമ്പോൾ രാജാവ് കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. 4 പേർ നടക്കുകയാണ്. 3 പേർ കെട്ടഴിഞ്ഞ് 4 പേർ തീക്കകത്തൂടെ നടക്കുകയാണ്. 4ാമത്തെ വ്യക്തിയുടെ മുഖം ദൈവ തേജസ്സിന്റെ മുഖം പോലെ. പ്രിയരെ, അവർ ദൈവത്തിൻ്റെ മുഖത്തെ നോക്കാൻ റെഡിയായപ്പോൾ, അവർ ദൈവത്തെ മാത്രം ആശ്രയിക്കാൻ റെഡിയായപ്പോൾ, ഒരു ശക്തിക്കും അവരെ തകർക്കാൻ പറ്റാത്ത നിലയിൽ അവർ ആ തീച്ചൂളയ്ക്കകത്ത് നിന്ന് പുറത്തു വന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവത്തെ നോക്കേണ്ടത്? ഈ സാഹചര്യം വരുമ്പോൾ വേണമെങ്കിൽ അവർക്ക് നെബൂഖദ്നേസർ രാജാവിനെ തൃപ്തിപ്പെടുത്തി, പ്രീതിപ്പെടുത്തി ഈ ചൂളയിൽ വീഴാതെ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവർ അതല്ല തീരുമാനിച്ചത്. അവർ എടുത്ത തീരുമാനം, അവർ പിടിച്ച ആ ഒരു വഴി, അവരറിഞ്ഞ സത്യം അവർ മുറുകെ പിടിച്ചപ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അവർക്ക് ലജ്ജിപ്പാനിട വന്നില്ല. മാത്രമല്ല, രാജാവ് പറയുന്നുണ്ട്, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും ദൈവം തന്നെയാണ് യഥാർത്ഥ ദൈവം. പ്രിയരെ, ദൈവത്തെ നോക്കാൻ റെഡിയാണെങ്കിൽ ചിലരൊക്കെ നമ്മളെ കുറ്റം പറയുന്നത്, ചിലരൊക്കെ നമ്മൾ ദുഷിക്കുന്നത് മാറ്റിപ്പറയാൻ ദൈവ സാഹചര്യങ്ങൾ ഒരുക്കും. അതാണ് ഇവിടെ പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ദൈവവചനം ലജ്ജിപ്പാൻ സംഗതി ഇല്ലാതാകും വണ്ണം ഉറപ്പോടെ സഞ്ചരിപ്പാൻ, ആത്മാവിൽ സഞ്ചരിപ്പാൻ, കർത്താവിൻ്റെ മുഖത്തെ നോക്കി സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.